ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 64-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് ഒരു മലയാളം മൂവിയിലെ ഒരു സോങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. നദി എന്ന് പറയുന്ന മൂവിയിലെ കായാമ്പൂ കണ്ണിൽ വിടരും എന്ന് പറയുന്ന ആ പാട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കായാമ്പൂ കണ്ണിൽ വിടരും കമലതളം, ആ ഒരു പാട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ആദ്യത്തെ ഒരു ഭാഗം വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാനതിൻ്റെ നൊട്ടേഷൻ പറഞ്ഞുതരാം. ശ്രദ്ധയോടെ എഴുതിയെടുക്കുക, വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഭാഗം വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. കായാമ്പൂ കണ്ണിൽ വിടരും എന്ന് പറയുന്ന ഭാഗമാണ് ഇതിപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പോൾ അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഇ ഡി ഇ, ഇ ഡി ഇ, ഇ ഡി ഇ. അടുത്തത് അതായത് അടുത്തെന്ന് പറയുമ്പോൾ അതിൻ്റെ ലിംഗ കായാമ്പൂ, ആ ഒരു സംഗതി ആയിട്ട് വരുന്നതാണ്. ഇ ഡി ഇ, എഫ് ഇ ഡി സി. എഫ് ഇ ഡി സി സ്പീഡിലാണ് വായിക്കേണ്ടത്. അത് രണ്ടും ഒരുമിച്ചാണ് ചേർന്ന് വായിക്കേണ്ടത്. അപ്പം ഇ ഡി ഇ, എഫ് ഇ ഡി സി, ഇ ഡി ഇ, എഫ് ഇ ഡി സി. ഓക്കെ, ഇ ഡി ഇ, എഫ് ഇ ഡി സി. ഓക്കെ, ഇനി കണ്ണിൽ വിടരും എന്ന് പറയുന്ന ഭാഗമാണ്. കണ്ണിൽ വിടരും എന്ന് പറയുന്ന ഭാഗത്ത് അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് സി ഇ ഡി, സി ഇ ഡി, സി ഇ ഡി, സി ഇ ഡി. അടുത്ത് ഡി ഡി, ഡി ഡി, സി ഇ ഡി, ഡി ഡി, ഇ ഡി സി എ. നമ്മുടെ ബേസിൽ എയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പം അതൊന്നുകൂടെ പറഞ്ഞുതരാം. സി ഇ ഡി, സി ഇ ഡി, ഇ ഡി സി, സോറി, സി ഇ ഡി, ഡി ഡി, ഇ ഡി സി എ. ഓക്കെ, ഇതാണ് കായാമ്പൂ കണ്ണിൽ വിരിയും. അപ്പോൾ അത് വായിക്കേണ്ടത് ഓക്കെ. അടുത്ത കമലതളം, ആ ഒരു ഭാഗമാണ് വായിക്കുന്നത്. അപ്പം ആ ഒരു നോട്ട് നമുക്ക് അടുത്ത ലൈനായിട്ട് വായിക്കാം. അപ്പം ലാ 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 ലാ. അപ്പം അതിൻ്റെ നോട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആദ്യമേ അതിൻ്റെ നൊട്ടേഷൻ പറയാം. ഓക്കെ, ഇതാണ് ആ ഭാഗം എന്ന് പറയുന്നത്. അപ്പം അതിന് നോട്ട് പറഞ്ഞു തരാം. നമ്മൾ എയിലാണ് നിർത്തിയത്. അപ്പം ആ എയിൽ നിന്ന് വീണ്ടും തുടങ്ങുന്നു. എ 4 പ്രാവശ്യം സി, എ സി 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 സി, എ 4 പ്രാവശ്യം സി. അത് കഴിഞ്ഞിട്ട് ഡി ഇ, എ 4 പ്രാവശ്യം സി, ഡി ഇ. ഓക്കെ, ഒന്ന് കാണിച്ചു തരാം. എ സി 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 സി, ഡി ഇ, ഡി ഇ. അടുത്തത് ഡി ഇ, വീണ്ടും ഡി ഇ, ഡി സി സി, ഡി ഇ ഡി സി സി. അടുത്തത് ഡി ഇ ഡി സി സി, ഡി ഇ ഡി സി സി. ഈ ഭാഗം ഒന്നുകൂടെ പറഞ്ഞു തരാം. എ സി 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 സി, എ 4 പ്രാവശ്യം സി. അടുത്തത് ഡി ഇ. അടുത്തത് അടുത്തത് സി ഇ ഡി, സി ഇ ഡി, സി ഇ ഡി. അടുത്തത്
DEDCC. CED. അടുത്ത് DEDCC. CEDDECC. ഒന്നുകൂടെ പറഞ്ഞുതരാം. CEDDEDCC. അപ്പം ആ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഓക്കെ. ഇതാണ് ആ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് അനുരാഗവതി നിൻ ചൊടിയിൽ. ആ ആലിപ്പഴ അതാണ് ലാസ്റ്റ് ഭാഗമാണ്, പല്ലവിയുടെ ലാസ്റ്റ് ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെ വായിക്കേണ്ടതെന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് നോട്ട്. അപ്പം ഈ നോട്ട് എങ്ങനെ വായിക്കേണ്ടത്, അതിൻ്റെ നൊട്ടേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അനുരാഗവതി. അപ്പോൾ അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് DEGAG. DEGAG. ഒന്നുകൂടെ പറഞ്ഞുതരാം. DEGAGC. അതാണ് അനുരാഗവതി എന്ന് പറയുന്ന ഭാഗം. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. DEGAGC. DEGAGC. അടുത്ത് നിൻ ചൊടിയിൽ എന്ന് പറയുന്ന ഭാഗമാണ്. അത് നിൻ ചൊടിയിൽ എന്ന് പറയുന്ന ഭാഗം, അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് BDC. BDC. BDCB. BDCB. അന്നേരം കറങ്ങി വരുന്നു. BDCB. BDCB. AGG. AGG. BDCB. AGG. ഒന്നുകൂടെ പറഞ്ഞുതരാം. BDCB. AGG. അപ്പം ആ നോട്ടെന്ന് പറയുന്നത് ഒന്നുകൂടെ ഫുൾ പറഞ്ഞുതരാം. DEGAGC. അടുത്തത് നിൻചൊടി, അതുള്ളത് BDCBAGG. അത് വായിക്കേണ്ടത്. ആലിപ്പഴം ആ ലാസ്റ്റ് ഭാഗമാണ്. ഓക്കെ. ലാസ്റ്റ് ഭാഗത്തിൻ്റെ നോട്ടെന്ന് പറയുന്നത് നോക്കുക. F ഷാർപ്പ് A G F ഷാർപ്പ് E. F ഷാർപ്പ് A G F ഷാർപ്പ് E. F ഷാർപ്പ് A G F ഷാർപ്പ് E D D D D C. ഒന്നുകൂടെ പറഞ്ഞുതരാം. F ഷാർപ്പ് A G F ഷാർപ്പ് E D D C. അതാണ് നോട്ട്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ F ഷാർപ്പ് A G F ഷാർപ്പ് E D D C. ഇത്രേ ഉള്ളു പാട്ട്. ആ ഫുള്ളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത്രേ ഉള്ളു പല്ലവി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, വായിച്ച് പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക്, ഫാമിലി അങ്ങനെ തുടങ്ങിയ മേഖലകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് വലിയൊരു സഹായകരമാകും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.